ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മരണത്തിന് ശേഷം എന്ത്? കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറൽ ശുശ്രൂഷയിൽ കടന്നുപോയി പങ്കെടുത്തു. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പെട്ടെന്ന് നടുക്കുന്ന ഒരു വാർത്ത ലഭിച്ചു, ഒരു പ്രിയപ്പെട്ടവൻ്റെ വേർപാടിനെ കുറിച്ച്. ആ ഫ്യൂണറലിനും പോയി പങ്കെടുത്തു. ഈ രണ്ട് ഫ്യൂണറലിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ വേർപാട് മുഖാന്തരം വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചില ചിന്തകൾ കടന്നു വന്നു. മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ ഭൂമിയിലെ താൽക്കാലികമാകുന്ന ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ വിചിത്രമാകുന്ന കാര്യം, മരണമെന്ന് പറയുന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കണമെന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഈ രണ്ട് ഫ്യൂണറലിൽ പോയി പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ചില ചിന്തകളാണ്. ബൈബിൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന സന്ദർഭത്തിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അനശ്വരതയാണ്. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ അമർത്യത അല്ലെങ്കിൽ അനശ്വരത, മരണമില്ലാത്തൊരവസ്ഥയാണ് ബൈബിൾ യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ആദാം തോട്ടത്തിലായിരുന്ന സന്ദർഭത്തിൽ ആദാം അമർത്യത, അനശ്വരത, ആ ഒരു പ്രതലത്തിലായിരുന്നു ആദാം ആയിരുന്നത്. അതിനുശേഷം ഈ ഭൂമിയിൽ പ്രവേശിച്ചൊരു കാര്യമാണ് വിചിത്രമാകുന്ന മരണമെന്ന ഒരു കാര്യം. ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ അങ്ങനെയൊരു കാര്യം അപരിചിതമായിരുന്നു. സ്വർഗവുമായുള്ള ബന്ധത്തിൽ മരണമെന്ന് പറയുന്നൊരു കാര്യം അപരിചിതമായിരുന്നു. ഇടയിൽ കയറി വന്നൊരു സാധനമാണ് മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, ഭൂമിയുമായുള്ള ബന്ധത്തിൽ ഇടയിൽ കയറി വന്ന ഒരു സാധനമാണ് വിചിത്രമാകുന്ന മരണമെന്ന കാര്യം. ബൈബിൾ ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ച്, അനശ്വരതയെക്കുറിച്ച്, അമർത്യതയെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സങ്കീർത്തനങ്ങൾ 17:15. അത് ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമാകുന്ന ഒരു ഫൗണ്ടേഷണൽ വേഴ്സാണ്. സങ്കീർത്തനങ്ങൾ 17:15. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. വേർപാട് മുഖാന്തരം ആരെങ്കിലും തീവ്രമാകുന്ന ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള സമയം വരുമ്പോൾ അനുഭവിക്കുന്ന വിചിത്രമാകുന്ന മരണമെന്ന കാര്യം, അതിനെ മരണമെന്ന് ബൈബിൾ ദൈവപൈതങ്ങളുമായുള്ള ബന്ധത്തിൽ വിളിക്കുന്നില്ല. മരണമെന്നുള്ള ആ തലക്കെട്ട് കൊടുക്കുന്നില്ല പുതിയ നിയമത്തിൽ. ഉറക്കം എന്ന ഒരു തലക്കെട്ടാണ് കൊടുക്കുന്നത്, നിദ്ര എന്ന തലക്കെട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദൈവപൈതൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ഞാൻ ഉണരുമ്പോൾ, ഇത് കേൾക്കുക, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ. അപ്പോൾ ഇവിടെ ഉറങ്ങിയിട്ട് ആ അവസാന ഉറക്കം, ആ ഫൈനൽ ഉറക്കത്തിൽ ഇവിടെ ഉറങ്ങിയിട്ട് ഉണരുന്നത് സ്വർഗത്തിലാണ്. കണ്ണു തുറക്കുമ്പോൾ സ്വർഗത്തിൽ ഉണരുകയാണ്. എല്ലാ ദിവസവും നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുകയില്ലേ? രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, കണ്ണു തുറക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുറിയിൽ തന്നെയാണ്, നമ്മൾ ഭൂമിയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ ആ ഫൈനൽ ഉറക്കം, അതാണ് പുതിയ നിയമത്തിൽ അതിനെ നിദ്രയെന്ന് വിളിച്ചിരിക്കുന്നത്. ആ വിചിത്രമാകുന്ന കാര്യത്തെ നിദ്രയെന്ന് വിളിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാൻ, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിലും അമർത്യതയെക്കുറിച്ച്, അനശ്വരതയെക്കുറിച്ച്,
ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഈ 53-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. അമർത്യതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. മർത്യമായത് അമർത്യതയെ ധരിക്കും. ബൈബിൾ അമർത്യത മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അമർത്യതയുടെ ഇടയിൽ കയറി വന്ന വിചിത്രമാകുന്നൊരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. മരണം ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നത് കൊണ്ട് വീണ്ടും ബൈബിൾ വാഗ്ദാനം ചെയ്യുകയാണ്, മർത്യത മനുഷ്യനിൽ വന്നിരിക്കുന്നു, മരണം മനുഷ്യനിൽ വന്നിരിക്കുന്നു, ദ്രവത്വം മനുഷ്യനിൽ വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ വീണ്ടും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു, ആ ദ്രവത്വത്തെ മാറ്റി അദ്രവത്വത്തെ നൽകുവാനും അമർത്യത നൽകുവാനും, മർത്യതയെ മാറ്റിയിട്ട് അമർത്യത നൽകുവാനും അനശ്വരത നൽകുവാനും യേശുവിന് പ്രാപ്തിയുണ്ട്. യേശുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. യേശു അത് നൽകിത്തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ അമർത്യത എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നത്, ബൈബിളിലെ ഏറ്റവും ആധികാരികമാകുന്ന വാഗ്ദാനം ഇതുമായുള്ള ബന്ധത്തിൽ, മനുഷ്യ ജീവിതവുമായിട്ടും ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ആധികാരികമാകുന്ന ബൈബിളിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അമർത്യതയാണ്. അതിൻ്റെ ഇടയിൽ കയറി വന്നതാണ് മരണമെന്ന് പറയുന്നത്. മരണം ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പ്. അമർത്യത നൽകുന്ന ആ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതാ ഒരു പടി കൂടെ കടന്ന് ബൈബിൾ പറയുകയാണ്, നിങ്ങൾക്ക് അമർത്യത നൽകുന്ന ആ പദ്ധതിക്കകത്ത് ഉയർത്തെഴുന്നേൽപ്പ് കൂടെ വന്നിരിക്കുന്നു. മരണം വന്നതുകൊണ്ട് ശരീരത്തിന് താൽക്കാലികമാകുന്ന ഒരവസാനമുള്ളതുകൊണ്ട് ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു, അതിനപ്പുറത്ത് ശരീരത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടമായി താൽക്കാലികമാകുന്ന ഒരു സസ്പെൻഷനിലെത്തി ആ ശരീരത്തെ കൊണ്ടത് മണ്ണിൽ കുഴിച്ചിടുന്നു. വളരെ വൈകാതെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നു. മനുഷ്യ ശരീരങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ്, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, എല്ലാ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു അത്ഭുതം കൂടെ ഈ മാനവ കുലത്തിൻ്റെ ഇടയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. മരണമെന്ന വിചിത്രമാകുന്ന കാര്യം, ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതിരുന്ന കാര്യം. സ്വർഗത്തിന് മരണം എന്താണെന്ന് അറിയത്തില്ല. സ്വർഗത്തിൽ മരണമുണ്ടായിരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഉള്ള ലോകത്തിന് മരണം എന്തെന്നറിയത്തില്ല. മരണമില്ലാതിരുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ, ഭൂമിയുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വിചിത്രമാകുന്ന മരണം എന്ന ഒരു കാര്യം ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. മരണത്തെ പിന്തുണയ്ക്കുവാൻ വേണ്ടി, ഒരുവനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി രോഗം പ്രവേശിച്ചു, ആന്തരികമാകുന്ന സംഘർഷങ്ങൾ പ്രവേശിച്ചു, കഷ്ടത പ്രവേശിച്ചു, വേദന പ്രവേശിച്ചു, ദുരിതങ്ങൾ പ്രവേശിച്ചു, ദാരിദ്ര്യം പ്രവേശിച്ചു, എല്ലാ തരത്തിലുമുള്ള നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അതെല്ലാം വാതിലുകളാണ്. അതിനു മുന്നമേ അതുണ്ടായിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ, പാപമെന്ന വാതിൽ തുറക്കപ്പെട്ടതോടുകൂടെ, ആ പാപമെന്ന വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിലൂടെ ഇടിച്ചു കയറുകയാണ് ഇവരെല്ലാവരും കൂടെ. മരണം അകത്തു കയറുന്നു, രോഗം അകത്തു കയറുന്നു, മനുഷ്യരുടെ ഇടയിലേക്ക്, ഭൂമിയിലേക്ക് ഇവരെ ഇരച്ചു കയറുകയാണ്. അവരെല്ലാവരും കൂടെ ഈ ഭൂതലത്തിൽ വന്ന് മനുഷ്യജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആക്സിഡൻസ് ഉണ്ട്, മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, മനുഷ്യൻ നാച്ചുറലായിട്ട് രോഗങ്ങൾക്ക് വിധേയനായി മരിക്കുന്നു. പിന്നെ ഇപ്പോൾ മനുഷ്യർ തന്നെ ചിലർ മരിക്കാതെ കിടക്കുന്നതിനാൽ ചില പ്രത്യേക മെഡിസിൻസ് അപ്ലൈ ചെയ്ത് മരണം സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള നിയമമുള്ള രാജ്യങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിന് തന്നെ വേണമെങ്കിൽ ഒരു മനുഷ്യനെ ഇപ്പോൾ ഔദ്യോഗികം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ലീഗലായിട്ട്
കൊല്ലുവാൻ കഴിയുന്ന ആ നിലയിലുള്ള കാര്യങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ നടുവിലാണ് ഈ മരണം ഏറ്റവും വലിയ ദുഃഖം മനുഷ്യരിൽ കൊണ്ടിരുന്നത്. ഈ ഭൂമിയിലായിരിക്കുന്നവർ, ഈ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടുത്ത ലോകത്തിലേക്ക് പോയി, അതെവിടെയാണ് നിയമിക്കപ്പെട്ടിരിക്കുന്ന ആ ലോകത്തിലേക്ക് പോകുന്നു. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് അവർക്ക് ദീർഘനാളുകൾ ഉണ്ടായിരുന്ന ബന്ധം, ആ ബന്ധം നഷ്ടപ്പെടുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു വലിയ ആഘാതം, വലിയൊരു ദുഃഖം, തീവ്രമാകുന്ന ദുഃഖം ചിലരിൽ നിന്നത് നീങ്ങിപ്പോകുകയില്ല. ശരിയായ നിലയിൽ ഒരു ഗ്രീഫ് സൈക്കിൾ എന്ന് പറയുന്ന 1 വർഷത്തോളം എടുക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ, ആ സ്പൗസിൽ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭാര്യയോ ഭർത്താവോ മരിക്കുകയാണെങ്കിൽ, ആ ക്ലോസ് ആയിട്ടുള്ള റിലേഷനുള്ള വ്യക്തിക്ക്, മക്കൾക്കും അവരുടെ പിതാവ് മാതാവ് മരിക്കുമ്പോൾ ആ ക്ലോസ് റിലേഷൻഷിപ്പ് മൂലമായിട്ട് തീവ്രമാകുന്ന ദുഃഖമുണ്ടാകും, ആ ഗ്രീഫ് ഉണ്ടാകും. ആ ഗ്രീഫ് ഒരു സൈക്കിൾ പോലെ മനസ്സുമായുള്ള ബന്ധത്തിൽ ഒരു ഗ്രീഫ് സൈക്കിൾ തന്നെയുണ്ട്. ആ ഗ്രീഫ് സൈക്കിൾ മാറി ഇയാളൊന്ന് മൊത്തത്തിലൊന്ന് സ്വതന്ത്രനാകുവാൻ തക്കവണ്ണമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് 1 വർഷമെടുക്കുമെന്നാണ്. എന്നാൽ ചില വചനത്തിലെ വെളിപ്പാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ കർത്താവിന് അങ്ങനെയുള്ളവരെ വേഗത്തിൽ സൗഖ്യമാക്കുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ വിചിത്രമാകുന്ന മരണമെന്ന കാര്യം ഈ ഭൂതലത്തിൽ പ്രവേശിച്ചതുപോലെ ഇതിനെ പരിഹരിക്കുവാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അത്ഭുതമാണ് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. അത് യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണത് വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യകുലത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇത് ഉയർത്തെഴുന്നേൽപ്പാണ്. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇനി യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. കർത്താവ് ഈ അത്ഭുതകരമാകുന്ന സത്യത്തെ, ഉയർത്തെഴുന്നേൽപ്പെന്നുള്ള ആ അത്ഭുതകരമാകുന്ന സത്യത്തെ തെളിവ് കൊടുത്ത് വ്യക്തമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് യോഹന്നാൻ 11 സംഭവിക്കുന്നത്. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ കർത്താവ് ഈ ലോകത്തിന് സന്ദേശം കൊടുക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ഫിസിക്കൽ റിസറക്ഷൻ, ശാരീരികമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. യേശു വളരെ വ്യക്തമായിട്ട് മാർത്തയോട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്ക്, ബോഡിലി റിസറക്ഷൻ ഉണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ ആൾ മരിക്കുന്നില്ലല്ലോ. ആളിൻ്റെ വ്യക്തിത്വം, യഥാർത്ഥ വ്യക്തിത്വം ആത്മാവാകുന്നുവല്ലോ. ആ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വരുന്നു, അടുത്ത ലോകത്തിൽ ജീവിക്കുന്നു. സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അനന്ത ഭാവികാല നിത്യതയിൽ സ്വർഗത്തിൽ യേശുവിനോടുകൂടെ ജീവിക്കും. ആൾ മരിക്കുന്നത് ശരീരവുമായുള്ള ബന്ധത്തിൽ ശരീരം സസ്പെൻഡഡ് ആകുകയാണ്, ശരീരത്തിൻ്റെ പ്രവൃത്തി നിലയ്ക്കുകയാണ്. എന്നാൽ ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും ശരീരം വിട്ട് പുറത്തിറങ്ങുന്നു, അടുത്ത ലോകത്തിൽ ജീവിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിൽ നിന്ന് അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക്, ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുകയാണ്. അതിനപ്പുറം ഒന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. എന്നാൽ യേശുവിടെ പറയുന്നത് അത് മാത്രമല്ല, നിങ്ങൾക്ക് ശാരീരികമായി തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു. അതിനുള്ള തെളിവാണ് യോഹന്നാൻ 11 നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടം കൊണ്ടും തീരുന്നില്ല. കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതിന് ശേഷം അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി.
ലാസർ ഉയർത്തെഴുന്നേറ്റെങ്കിൽ പോലും അതിനുശേഷം ലാസർ മരിച്ചു. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ആ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് ഒരിക്കലും മരണത്തിന് സ്വാധീനിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു തേജസ്കരണമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സംഭവിക്കുന്നത്. അതിന് സമാനമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കുമെന്നത് വ്യക്തമാക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കല്ലറയുടെ അരികിലായിരുന്നവരോട് ദൂതൻ പറയുകയാണ്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. അവനെ വച്ച സ്ഥലം ഇതാ. മഹാത്ഭുതകരം. ഈ സത്യം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ജീവിക്കുകയാണ്. അവർ സ്വർഗത്തിൽ പറുദീസയിൽ അവർ ജീവിക്കുകയാണ്. മാത്രവുമല്ല, ഒരു ദിവസം അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിലയിൽ അമർത്യതയെക്കുറിച്ച്, അനശ്വരതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റൊരു സംവിധാനത്തിലും ഇത്രയും വ്യക്തതയോടുകൂടിയുള്ള ഒരു പഠിപ്പിക്കൽ ഇല്ല. മരണശേഷം എന്ത്, സ്വർഗമെന്ത്, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമാകുന്ന പഠിപ്പിക്കലുകൾ. ചിലർക്കൊക്കെ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് ഈ ഭൂമി പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന പല സുഖങ്ങളും അവിടെ തുടരുമെന്നുള്ള വിചിത്രമാകുന്ന അസത്യം മാത്രം നിറഞ്ഞിരിക്കുന്ന ചില അറിവുകളാണ് ചിലർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ളത്. എന്നാൽ വളരെ വ്യക്തമായിട്ട്, കൃത്യമായിട്ട്, യഥാർത്ഥത്തിൽ എന്താണ് എന്നത് ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങളാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവർ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യതയോടുകൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് കൃത്യതയോടുകൂടെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ബൈബിളിലേക്ക് തിരിക്കുക. ബൈബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകി തരുവാൻ പോകുന്നു. വ്യക്തമായിട്ടുള്ള മറുപടി നൽകി തരുവാൻ പോകുന്നു. മനുഷ്യന് മരണശേഷം എന്തു സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ഈ ഫ്യൂണറലിന് പോയ കാര്യം പറഞ്ഞല്ലോ. ആ ഫ്യൂണറലിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവർക്കുള്ള ദുഃഖം. ഒരു വലിയ ആഘാതമല്ലേ. അവർക്ക് പ്രിയപ്പെട്ട ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് കൊണ്ടുവരുന്നൊരു വല്ലാത്ത ദുഃഖമുണ്ട്. വല്ലാത്ത ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം നമുക്ക് വാക്കുകളിൽ വിശദീകരിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ ആ പെയിൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാകുന്നൊരു ടിപ്പിക്കലായിട്ടുള്ള പെയിനാണത്. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വെളിപ്പാടായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഈ ലോകത്തിന് ശേഷം ഇന്ന് നമുക്ക് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങൾ ഒന്നും ഇല്ല. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം വിവിധ ബന്ധങ്ങളുണ്ട്. ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുവാൻ സാധ്യതയുള്ളത് ഇത്രയും പറഞ്ഞ ബന്ധങ്ങളിലാണ്. ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കൾ. ഇവിടെയാണ് ഏറ്റവും അധികം തീവ്രമാകുന്ന ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ബന്ധവും ഈ ലോകത്തിന് അപ്പുറം ഇല്ല. ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് ഒരു പൈതലിനെ ഈ ഭൂമിയിൽ ജനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ആവശ്യമുണ്ട്. അതിനുവേണ്ടി ദൈവം തന്നെ ഒരു സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തു. കുടുംബം എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ബന്ധങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ പറയുന്ന ബന്ധങ്ങൾ ഈ ലോകം കഴിയുന്നതോടുകൂടെ ഈ ബന്ധങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ ജെൻഡറുണ്ട്, മെയിൽ ഓർ ഫീമെയിൽ. അതുപോലും ഈ ലോകത്തിനപ്പുറമില്ല. ബൈബിൾ വളരെ വ്യക്തമാക്കുന്നത് നമ്മൾ ഓരോരുത്തരും
ദൂതന്മാരെ പോലെയാണ് ആകുവാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട് ഇവിടെ വെച്ച് തന്നെ വേർപാട് സംഭവിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെ ആ നിലയിൽ സെറ്റ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും. ആവശ്യമില്ലാത്ത തീവ്ര ദുഃഖങ്ങളും പിന്നെ ഈ വ്യക്തിയുമായിട്ടുള്ള പഴയ ബന്ധങ്ങളുടെ ആ ചരക്കുകളും ചുമന്നുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരില്ല. യേശു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ ശുശ്രൂഷയുടെ ഇടയിൽ ഇത് വ്യക്തമാക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 46 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് യേശു, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. അത് പറഞ്ഞവനോട് യേശു, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരനും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ലഭിക്കുകയാണെങ്കിൽ അമ്മ, സഹോദരന്മാർ, അപ്പൻ, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കാട്ടിലും പ്രസക്തമായിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. വളരെ വ്യക്തം. നിലനിൽക്കുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ബാക്കി ഈ ഭൂമിയിൽ കാണുന്ന സകല ബന്ധങ്ങളും കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ബന്ധങ്ങളാണ്. ആ വെളിപ്പാട് ഉള്ളിൽ സ്വീകരിക്കണം. ഈ ഒരു വർഷത്തെ ഗ്രീഫ് സൈക്കിൾ ലോകം പറഞ്ഞിരിക്കുന്ന ആ സംവിധാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നിനക്ക് ചില ദിവസങ്ങൾ കൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. വേർപാട് വരുത്തി വച്ചിരിക്കുന്ന ആ ക്ഷതം, വേദന, ദുഃഖം, അത് കൊണ്ടുവന്നിരിക്കുന്ന നഷ്ടബോധം, ഖേദങ്ങൾ, ഇതിൽ നിന്ന് നിനക്ക് ചില ദിവസങ്ങൾക്കുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ പുറത്തു വരുവാൻ കഴിയും. വചനത്തിൻ്റെ ഈ വെളിപ്പാട് സ്വീകരിച്ചാൽ മതി. എന്നാൽ പലരും അവർക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമയം ഉണ്ടാകുമ്പോൾ, ഇതേപോലൊരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു വേർപാടിൻ്റെ വേദന ഉണ്ടാകുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്ന എല്ലാറ്റിനും നമുക്ക് വിശദീകരണങ്ങളില്ല. 2 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 1, ഈ ഭൂമിയിൽ പിശാചുണ്ട്. 2, ഈ ഭൂമിയിൽ പാപമുണ്ട്. ഇത് രണ്ടും ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ദൈവഹിതത്തിൻ്റെ പുറത്ത് 10,000-കണക്കിന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവഹിതത്തിൻ്റെ പുറത്ത് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രീമച്ചുറായിട്ടുള്ള ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വിശദീകരണങ്ങളില്ല. ഞാനീ പറഞ്ഞല്ലോ, പിശാച് ഈ ഭൂമിയിലുണ്ട്, പാപം ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നത് ദൈവഹിതത്തിൻ്റെ പുറത്താണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിലും അവിടെ ആ വ്യഥയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോകുന്നവർക്ക് ദൈവം ആശ്വാസം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ഹെരോദാവിൻ്റെ തീരുമാനം മുഖാന്തരമായിട്ട് അനേകം കുട്ടികൾ ബെത്ലഹേമിൽ കൊല്ലപ്പെടുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അനേകം കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ കുട്ടികൾ കൊല്ലപ്പെട്ട സമയത്ത് 17-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. കുട്ടികൾ, സ്വന്തം കുട്ടികൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അമ്മമാർ കരയത്തില്ലേ? മാതാപിതാക്കൾ കരയത്തില്ലേ? കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. അവിടെ ആ വേർപാടിൻ്റെ സമയത്ത് തന്നെ കർത്താവ് ആശ്വാസം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസം സ്വീകരിക്കാൻ മനസ്സില്ല. എനിക്കിതെന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ ജീവിതത്തിൽ ഈ നഷ്ടം എങ്ങനെ സംഭവിച്ചു? ആശ്വാസം സ്വീകരിക്കുവാൻ, കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ. അവർക്ക് പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്ന സന്ദർഭത്തിൽ ദൈവം ആ സമയത്ത് തന്നെ അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ തയ്യാറാകുന്നു, കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു?
അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിച്ചെന്ന് വരില്ല. പകരം യേശുക്രിസ്തുവിലുള്ള സമ്പൂർണ്ണമാകുന്ന ആശ്രയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് നൽകുന്ന ആശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, വേർപാട് വരുത്തിവെച്ച, മരണം വരുത്തിവെച്ച, വിചിത്രമാകുന്ന ഈ ഭൂമിയിൽ പ്രവേശിച്ച മരണമെന്ന് പറയുന്ന സാധനം വരുത്തിവെച്ച ക്ഷതങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. ആ മരിച്ചുപോയ വ്യക്തിയുമായിട്ടുള്ള പ്രാണബന്ധത്തെ, സോൾ ടൈയെ നിങ്ങൾക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. ആ വ്യക്തിയിൽ നിന്നുള്ള തിന്മകൾക്കൊന്നും എന്നിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുവാൻ കഴിയും. മറിച്ച് ആ തീവ്ര ദുഃഖം ധാരാളം സമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദീർഘസമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നീണ്ട നാളുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയിലുള്ള തിന്മകൾ, രോഗങ്ങൾ, ആ വ്യക്തിയിലുള്ള പലതും ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ, നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാകുന്നതിനാൽ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആരംഭ ദിവസങ്ങളിൽ തന്നെ ആ വ്യക്തിയുമായിട്ട്, മരിച്ചുപോയ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തീർന്നു. അത് ഈ ഭൂമിയിൽ താൽക്കാലികമായൊരു സംവിധാനം മാത്രമായിരുന്നു. നിത്യതയുമായുള്ള ബന്ധത്തിൽ സഹോദരനോ സഹോദരിയോ അമ്മയോ അപ്പനോ ഭാര്യയോ ഭർത്താവോ ഇല്ല. അതിനാൽ മരണം സംഭവിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള സോൾ ടൈയെ കട്ട് ചെയ്ത് നിങ്ങളുടെ സ്വർഗീയ പിതാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ആ പർപ്പസുകളിൽ നിങ്ങൾക്ക് വിജയികളായി തീരുവാൻ കഴിയും. ഒരിക്കലും സംഭവിച്ച ആ ദുരന്തം അല്ലെങ്കിൽ ആ ട്രോമ, ആ സംഭവം വരുത്തിവെച്ച ട്രോമ, ആഘാതം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും ഫലസമൃദ്ധിയെയും നിങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട നന്മകളെയും തടയുകയില്ല. നിങ്ങൾ കൂടുതൽ ഫലസമൃദ്ധിയുള്ളവരായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയിലൊരു ദൗത്യമുണ്ട്. നിങ്ങൾക്ക് സംഭവിച്ച ആ വേർപാട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം നിങ്ങൾക്ക് സംഭവിച്ച ആ ആഘാതം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരിക്കലും ഒരു തടസ്സമാകാതെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിജയികളാകുവാൻ വേണ്ടി ആ സോൾട്ടയെ കട്ട് ചെയ്ത് യേശുക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക. മഹാത്ഭുതങ്ങൾ സംഭവിക്കും. മാത്രമല്ല, ഈ ലോകത്തിന് അപ്പുറത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടവരെയൊക്കെ അവരൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. ഒന്നിച്ച് യേശുവിനെ ആരാധിക്കുവാൻ പോകുന്നു. അത്ഭുതകരമാകുന്ന ദൈവിക ആശ്വാസവും സമാധാനവും കൊണ്ട് ഇത് ശ്രമിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ സ്പർശനത്തെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബന്ധുക്കളുടെ ഈ ലോകത്തിൽ നിന്നുള്ള മാറ്റം മുഖാന്തരം വ്യതയോ ദുഃഖമോ വേദനയോ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോൾ ആശ്വാസത്തിൻ്റെ കരം നീട്ടി അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ മനസ്സുകളെ സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശാരീരിക രോഗം അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. സൗഖ്യം സ്വീകരിക്കുക, സൗഖ്യം സ്വീകരിക്കുക. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് ആകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്.
നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.